ഹായ്, നമസ്കാരം. ഇന്നൊരു പുതിയ വിഷയവുമായിട്ടായിരുന്നു വരുന്നത്. അയർലൻഡിൽ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് പറ്റിയ ഒരു ചതി, അതും നമ്മുടെ മലയാളികളിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ വീഡിയോയിൽ വരികയാണ്. നമ്മുടെ ഈ അയർലൻഡിൽ ഇപ്പോൾ മേളകൾ, കാർണിവൽ, പൂരം അങ്ങനെ പറഞ്ഞ് എല്ലാ ആഴ്ചയും ഓരോ മേളകൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മലയാളികളുടെ വലിയൊരു സമൂഹം എത്തിച്ചേരുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മളവിടെ എൻജോയ് ചെയ്യാനാണ് എത്തുന്നത്. പാട്ട്, മേളം, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം അവിടെ വെച്ച് കണ്ടുമുട്ടുക, അതിലുപരി രുചികരമായ ഇന്ത്യൻ ഭക്ഷണം, കേരള ഭക്ഷണം ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒട്ടുമിക്ക ആൾക്കാരും അവിടെ എത്തിച്ചേരുന്നത്. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ച് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കാനായി നമ്മുടെ കൗണ്ടറുകൾ അന്വേഷിച്ച് നടന്നു. ഒരു കൗണ്ടറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭക്ഷണം വാങ്ങി. ആ ഒരു ചതിയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കാണുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, കേരള ഹൗസ് കാർണിവലിൽ പോയി അവിടെ നിന്നൊരു 10 രൂപ കൊടുത്തൊരു ചിക്കൻ ബിരിയാണി വാങ്ങിയതാണ്. ഇതിനകത്ത് ബിരിയാണി കാണുന്നുണ്ട്, ചിക്കൻ മാത്രം എവിടെയാണെന്ന് ഞങ്ങൾക്ക് പിടി കിട്ടുന്നില്ല. ഇതിനകത്ത് ചിക്കൻ തപ്പിയിട്ട് ചിക്കൻ എവിടെയും കിട്ടുന്നില്ല കേട്ടോ. മറന്നു പോയാണോ ഒരു വലിയൊരു പീസ് വേണ്ടി ഇത് കിടപ്പുണ്ട്, എന്തോ ഒരു കമ്പ് കിടപ്പുണ്ട്. അങ്ങനെ 10 യൂറോയുടെ ചിക്കൻ ബിരിയാണി 2 എണ്ണം മേടിച്ചു, ഒരെണ്ണം കൂടെ വാങ്ങി. അതിനകത്തും തപ്പി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. 10 യൂറോയ്ക്കുള്ള ചിക്കൻ ബിരിയാണി. കിച്ചണിൻ്റെ ശുചിത്വം ഇതെല്ലാം കൃത്യമായി പാലിക്കണം. ചൂട്, തണുപ്പ് ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ആഹാരം നൽകണമെന്നാണ് പറഞ്ഞത്. ഇത് എപ്പോഴോ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു പാക്കറ്റ് ബിരിയാണി എന്ന് അതിനെ പറയാൻ പറ്റില്ല. അതുപോലത്തെ കുറച്ച് ചോറ് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. അത് നമുക്ക് പൊതിഞ്ഞ് കെട്ടി തന്നു. ഒരു ബിരിയാണിക്ക് 10 യൂറോ, 2 ബിരിയാണി 20 യൂറോ, ഇന്ത്യൻ മണി 2000 രൂപ. 2000 രൂപയ്ക്ക് കുറച്ച് പച്ചരിച്ചോറ് നമുക്ക് തന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ചതി പറ്റാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഭക്ഷണം വാങ്ങുക എന്നുള്ളതല്ല പ്രധാനം. എനിക്കവിടെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭക്ഷണം അവിടെ വെച്ച് തുറന്നു നോക്കിയില്ല എന്നുള്ളതാണ്. മക്കളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ 2 ബിരിയാണി വാങ്ങിയത്. വീട്ടിലെത്തി അവർക്ക് കൊടുക്കാമല്ലോ എന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുവന്നു. നിർഭാഗ്യവശാൽ അവർക്കത് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് മനസ്സിലൊരു സങ്കടമുണ്ടായത്. രാത്രി 10 മണി കഴിഞ്ഞു. അതിനുശേഷം ഇനി അവർക്ക് വേറൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. പൈസ പോകുന്നതിലുള്ള പ്രയാസമല്ല, പക്ഷെങ്കിൽ അത് മനഃപൂർവ്വം അങ്ങനെ ഒരു തെറ്റ് വരുത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ മാത്രമല്ല ആ ചതിയിൽ പെട്ടിട്ടുള്ളത്, എനിക്കറിയാം. ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിരവധി പേര് അവരുടെ ഇന്ന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ചതി പറ്റിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയുള്ള കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണം വാങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ അത് പാക്ക് ചെയ്ത് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തരുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അനുസരിച്ചുള്ളത് കിട്ടേണ്ടത് നമ്മുടെ കടമയാണ്. അത് കൃത്യമായി ചോദിച്ച് വാങ്ങുക. എന്തെങ്കിലും തരുന്നത് വാങ്ങി വീട്ടിൽ പോയിട്ട് വീട്ടിൽ വെച്ച് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കാം. വ്യക്തിപരമായിട്ട് ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കേറ്ററിംഗുകാരുടെ പേര് പറയാത്ത നിരവധി കേറ്ററിംഗുകാർ അവിടെ സർവീസ് ചെയ്തു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും ഭക്ഷണം സുഭിക്ഷമായിട്ട് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം.
ഒന്നുകിൽ കൈപ്പിഴവാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്ത് തെറ്റാകാം. എന്തായാലും എനിക്ക് കിട്ടിയ ബിരിയാണിയിൽ ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കണ്ടു. അബദ്ധമാണോ അത് സ്വയമേ വരുത്തി വെച്ചതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അവരുടെ ബിസിനസ്സിനെ തകർക്കുവാനോ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനോ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പേര് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഓണറെ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹം തെറ്റ് സമ്മതിച്ചു. എനിക്ക് ചിലവായ പൈസ തിരിച്ചു തരാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് തിരിച്ച് പൈസ വാങ്ങുന്നതിനേക്കാട്ടിലുപരി അവരെ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. കാരണം അവർ തുടർച്ചയായിട്ട് ഇനിയുള്ള ഇതുപോലുള്ള അവസരങ്ങളിൽ കൗണ്ടറുകൾ ഇടുകയും മറ്റുള്ളവർക്ക് ഇതുപോലുള്ള തെറ്റ് മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ചതിയിൽ പെടാൻ ഇടവരാതിരിക്കട്ടെ എന്ന് കരുതിയാണ് അവരെ അത് ബോധ്യപ്പെടുത്തിയത്. നിങ്ങളെ ഈ ഒരു കാര്യം അറിയിക്കണം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ അയർലൻഡിലുള്ള എല്ലാ മലയാളികളിലും ഈ വീഡിയോ എത്തത്തക്ക രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് പറ്റുന്ന ഇത്തരം ചതിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്കും അത് ഉപകാരപ്പെടും. മൈൻഡ് മെഗാമേളയിൽ ഭക്ഷണത്തിനായുള്ള തിരക്ക് നമ്മൾ കണ്ടതാണ്. അന്ന് നൂറുകണക്കിന് പേർക്ക് ഞാൻ ഉൾപ്പെടെ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി പോകേണ്ടി വന്നു. നമ്മുടെ ഈ തിക്കും തിരക്കുമൊക്കെ ഒരു പക്ഷെങ്കിൽ ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്കാണ് നമ്മൾ അവിടെ ചെന്ന് ഭക്ഷണത്തിനായി ചെലവഴിക്കുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ന്യായമായ ലാഭം അവർക്കും ലഭിക്കണം. ഈ ബിരിയാണിക്ക് ചിലവായ 20 യൂറോ അവരെൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് തന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഒരു കേറ്ററിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലതായിട്ട് കൊടുക്കുന്ന നിരവധി പേരുണ്ട്. അവരങ്ങനെ തന്നെ തുടരണം. നമ്മൾ വർഷത്തിലൊരിക്കൽ ഇതുപോലെ നടക്കുന്ന മേളകളിൽ നമ്മുടെ മലയാളി ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കേരള ഫുഡ് കഴിക്കാനായിട്ട് കൊതിച്ച് ആഗ്രഹിച്ചു വരുന്നതാണ്. കൊതി അല്ലെങ്കിലും ആഗ്രഹത്തോടു കൂടി വരുന്നതാണ്. എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ ഇത്തരം ചീറ്റിങ് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്. അതിൽ നിന്നും ദയവായി നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.